നമ്മുടെ SSLC എഴുതിയ കുട്ടികളുടെ റിസൾട്ട് ഇന്ന് വൈകിട്ട് 3:30 നമുക്ക് പബ്ലിഷ് ആയിട്ടുണ്ട്. അതിൽ എനിക്ക് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടും ബന്ധുക്കളോടൊക്കെ പറയാനുള്ള, കുട്ടികളുടെ ബന്ധുക്കളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ അവരോട് നിനക്ക് ഫുൾ A+ കിട്ടിയില്ലേ, അല്ലെങ്കിൽ 9A+ കിട്ടിയുള്ള, അല്ലെങ്കിൽ 1A+ കിട്ടിയില്ല, ഇങ്ങനെ തുടങ്ങി അവരെ ഹേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളൊന്നും തൽക്കാലം ചോദിക്കേണ്ട എന്നുള്ളതാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്ന സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മളവരെ കളിയാക്കുന്ന സമയത്തിനുള്ളിൽ ഒരു വലിയ ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷനാണ് എന്നുള്ളത്. 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ വലിയ ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ പറ്റുന്ന കഴിവുള്ള കപ്പാസിറ്റിയുള്ള കുട്ടികളാണുള്ളത്. അപ്പോൾ അവരെ ആ ഒരു അർത്ഥത്തിൽ അവരുടെ കുറവുകളെ ചോദ്യം ചെയ്യാനും എടുക്കാനൊന്നും പോകണ്ട എന്നുള്ളതാണ്. ഇനി A+ ഒന്നും കിട്ടാണ്ട് അല്ലെങ്കിൽ റിസൾട്ടൊക്കെ ഇച്ചിരി മോശമായിട്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളോടാണ്, എടാ ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ എക്സാമൊന്നും അല്ല, ശരിക്കും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ടൈമാണെന്ന് മാത്രം കരുതിയാൽ മതി. കാര്യം പരാജയപ്പെട്ടവരാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടം നേടിയിട്ടുള്ളത്. ആരെ? വിജയിച്ചവരെക്കാൾ ഇടം നേടിയിട്ടുള്ളത് പരാജയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് മുന്നോട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ SSLC എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളോടും ഈ എക്സാം ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.